ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോഡ്സിന്റെ കോഡ് സർക്കിളിനുള്ളിൽ ഇന്റർസെക്ട് ചെയ്താലുള്ള പ്രത്യേകത പറഞ്ഞിരുന്നു. ഇനി ആ കോഡ്സിൽ നമ്മൾ സെമി സർക്കിളിലേക്ക് വരികയാണ്. അപ്പോൾ സെമി സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടി ഇപ്പോൾ ഇൻ ദി ഫിഗർ എ ബി ഈസ് ദി ഡയമീറ്റർ പെർപെൻഡിക്കുലർ ടു ദി കോഡ് സി ഡി. സി ഡി എന്ന കോഡിന് പെർപെൻഡിക്കുലർ ആണ് എ ബി. ഫൈൻഡ് പി സി ആൻഡ് പി ഡി. അപ്പോൾ ഈ സി ഡി എന്ന് പറയുന്ന കോഡിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമീറ്റർ ആണ് എ ബി. അപ്പൊ ഡയമീറ്റർ പെർപെൻഡിക്കുലർ ടു ദി കോഡ് ബൈസെക്ട് ദി കോഡ് എന്നത് എവിടെ പഠിച്ചിട്ടുണ്ട്? 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതായത് ഒരു സർക്കിളിലെ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അതിന്റെ സെന്ററിൽ കൂടെ കടന്നു പോകും. അപ്പോൾ ഡയമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ കോഡിനെ ബൈസെക്ട് ചെയ്തും. അപ്പോൾ പി സി എന്ന് പറയുന്നതും പി ഡി എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പി സി തന്നെയാണ് പി ഡി. എന്താ കാരണം? ഈ കോഡിന് പെർപെൻഡിക്കുലർ ആണ് ഈ ഡയമീറ്റർ. ഇത് 8 ആണെന്നറിയാം, ഇത് 2 ആണെന്നറിയാം. അപ്പൊ നമ്മൾ ഇത് എക്സ് എന്ന് എടുത്താൽ ഇത് എക്സ് ആയിരിക്കും, അല്ലെ? അപ്പൊ എന്ത് കിട്ടും നോക്കിയേ? പി സി ഈക്വൽ ടു പി ഡി. ഡിസ്റ്റൻസ് ഡയമീറ്റർ പെർപെൻഡിക്കുലർ ടു ദി കോഡ് ബൈസെക്റ്റഡ്. സോ പി സി ഈക്വൽ ടു പി ഡി. അപ്പൊ ആദ്യത്തെ പോലെ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് വരും. അപ്പൊ പി എ എന്ന് പറഞ്ഞാൽ 8 ആണ്, പി ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. പി സി ഇൻറ്റു പി ഡിക്ക് പകരം പി സി തന്നെ എഴുതാം. അപ്പൊ പി സി ഇൻറ്റു പി സി എന്നായി. അതായത് പി സി പി ഡി ഈക്വൽ ആണ്. അപ്പോ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി സി. അപ്പോ പി സി ഇൻറ്റു പി സി എന്ന് പറഞ്ഞാല് പി സി സ്ക്വയർ. അപ്പൊ സ്ക്വയർ ഓഫ് ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ആണ്. 8 ഇൻറ്റു 2 16. അപ്പൊ പി സി സ്ക്വയർ 16 ആണെങ്കിൽ പി സി എത്ര വരും? പി സി 16 സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 16 എത്രയാ? 4. അപ്പൊ ഇത് 4 ആണ്. അപ്പൊ അതായത് ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റിന്റെ സ്ക്വയർ റൂട്ട് ആണിത്. അപ്പൊ പി സി എന്ന് പറയുന്നത് 4. അപ്പൊ പി ഡിയോ? പി സിയും പി ഡി ഈക്വൽ ആണ്. അപ്പൊ പി ഡിയും 4 തന്നെ എന്ന് കിട്ടും. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, വേറെ ഒരു ചോദ്യത്തിൽ ഇട്ട് വരാം. അതായത് ഇപ്പൊ സർക്കിൾ കംപ്ലീറ്റ് വരച്ചിട്ടുള്ള ഒരു സെമി സർക്കിൾ ആണ് വരച്ചത്. എ സി ബി ഈസ് എ സെമി സർക്കിൾ. എ ബി ഈസ് ദി ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ട് പി സി അതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ആ പ്രോപ്പർട്ടി അവിടെയും സംഭവിക്കൂല. നോക്കിയേ, എ ബി ഈസ് ഡയമീറ്റർ, സി പി പെർപെൻഡിക്കുലർ ടു എ ബി. പി എ 9 ആണെന്നറിയാം, പി ബി 4 ആണെന്നറിയാം. ഇത് 9 എന്നും ഇത് 4 എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് പി സി. അപ്പൊ ഇവിടെ പറഞ്ഞ പ്രോപ്പർട്ടി അവിടെയും പറഞ്ഞല്ലേ, പി എ ഇൻറ്റു പി ബി പി സി സ്ക്വയർ. അപ്പൊ ഇവിടെയാണെന്ന് തന്നെ എഴുതാം, പി എ ഇൻറ്റു പി ബി എന്ന് പറയുന്നത് ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പി സി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ സർക്കിൾ കംപ്ലീറ്റ് ആക്കി വരച്ചു കഴിഞ്ഞാൽ പി സി തന്നെയാണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് പി സി ഇൻറ്റു പി സി തന്നെ വരും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും എന്ന് വെച്ചാൽ പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി സി തന്നെയാവും. അതായത് പി എ ഇൻറ്റു പി ബി പി സി സ്ക്വയർ ആണ്. പി സി എന്ന് പറയുന്നത് 9 ആണ്, പി ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 9 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പൊ പി സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 94 36 ആണ്. അപ്പൊ റൂട്ട് ഓഫ് 36. അതായത് ഈ ഡിസ്റ്റൻസും മൾട്ടിപ്ലൈ ചെയ്തതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും എപ്പോഴും പി സി. അതായത് ഡയമീറ്ററിന്, അതായത് സെമി സർക്കിളിന്റെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് സർക്കിളിൽ നിന്ന് വരച്ച ഒരു ലൈനിന്റെ ലെങ്ത് ഈ രണ്ട് പാർട്ടുകളുടെ ഡയമീറ്ററിന്റെ പാർട്ടുകളുടെ പ്രോഡക്റ്റിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ ഇതുപോലെ നോക്കിയോളൂ. ഇത് 7 സെന്റിമീറ്റർ ആണ്. ഇത് സെമി സർക്കിൾ. അതുപോലെ തന്നെ എ സി ബി ഇസ് എ സെമി സർക്കിൾ ആൻഡ് പി എ ഈക്വൽ ടു 7, പി ബി ഈക്വൽ ടു 1 ആൻഡ് പി സി ഈസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പൊ നമുക്ക് റിസൾട്ട് അപ്പൊ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. എന്താണ്? പി എ ഇൻറ്റു പി ബി പി സി സ്ക്വയർ. ഈ സർക്കിൾ കംപ്ലീറ്റ് ആക്കി വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സെമി സർക്കിൾ ആണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആയിരിക്കും. അപ്പൊ 7 ഇൻറ്റു 1 ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ പി സി സ്ക്വയർ എന്നുള്ള 7 ആയി. അതായത് ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ സ്ക്വയർ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റിന്റെ സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ പി സി ഈക്വൽ ടു റൂട്ട് 7. ക്ലിയർ ആയ പറഞ്ഞത്? ഇത് 7ഉം ഇത് 1ഉം ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് റൂട്ട് 7 ആയിരിക്കും. അപ്പൊ റൂട്ട് 7 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ 8 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അതിന് 7ഉം 1ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 1ല് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇത് 7ഉം ഇത് 1ഉം ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ആണ് റൂട്ട് 7. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, ഡ്രോ ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് റൂട്ട് 10 സെന്റിമീറ്റർ. റൂട്ട് 10 സെന്റിമീറ്റർ സൈഡിന് ലെങ്ത് ഉള്ള
ഒരു ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ റൂട്ട് 10 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കെയിൽ ചെയ്ത് കിട്ടൂല. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 5 × 2 ആണല്ലോ. അപ്പോൾ 5 × 2 5 + 2 7. അപ്പോൾ എന്ത് കിട്ടും നോക്കിയേ, 10 എന്ന് പറഞ്ഞാൽ 5 × 2 ആണ്, 5 × 2 കൂട്ടിയാൽ 7. അപ്പോൾ 7 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡയമീറ്റർ വരുന്ന ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അതിന് 5 × 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള 7 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ വരച്ചു. അതിനെ എന്നിട്ട് അത് ഡയമീറ്റർ ആയ സെമി സർക്കിൾ വരച്ചതിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് സെമി സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇത് 5ഉം ഇത് 2 ആകുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. മൊത്തം 7 ആണ്. ആ 7 5 × 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഈ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഇത് 5ഉം ഇത് 2ഉം ആയതുകൊണ്ട് ഇത് റൂട്ട് 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ റൂട്ട് 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈൻ കിട്ടി. ഇനി ഇത് വശമായി വരുന്ന ഈക്വലായിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് മെഷർ ചെയ്തിട്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക, ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക. 3 സൈഡും സെയിം വരുന്ന ഈക്വലായിട്ട് ട്രയാങ്കിൾ. അതായത് ഇവിടെ കുത്തി ഒരു ആർക്ക് വരച്ചു, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടെ കുത്തി ഇങ്ങനെ ആർക്ക് വരയ്ക്കുക, ഇവിടെ കുത്തി അതുപോലെ ആർക്ക് വരയ്ക്കുക. ഈക്വലായിട്ട് ട്രയാങ്കിൾ 3 സൈഡും ഈക്വൽ വരണം. അപ്പോൾ അതുകൊണ്ടോ ഇത് ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ റൂട്ട് 10 സെന്റിമീറ്റർ സൈഡ് വരുന്ന ഈക്വലായിട്ട് ട്രയാങ്കിൾ ആണ് നമ്മൾ വരച്ചത്. അപ്പോൾ എന്താ ചെയ്തത്, 5നെ 10നെ 5 × 2 എന്നെഴുതാം. അപ്പോൾ 5 + 2 7 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സെമി സർക്കിൾ വരച്ചു. എന്നിട്ട് അതിനെ 5 × 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ആ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇത് ദിസ് ഇൻറ്റു ദിസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ ആയതുകൊണ്ട് ഇത് റൂട്ട് 10 ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ഇത് മറ്റേ ഈ വേറെ രീതിയിൽ എടുക്കാം. 10നെ 10 × 1 10 ആണ്. അപ്പോൾ 10 + 1 11 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സെമി സർക്കിൾ വരച്ചിട്ട് 10ഉം 1ഉം ആയിട്ട് എടുത്ത് 1ൽ പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. അപ്പോഴും ഇതേ ലെങ്ത് തന്നെയായിരിക്കും കിട്ടുക. സെമി സർക്കിൾ കുറച്ചുകൂടെ വലുതാവും എന്ന് മാത്രം. ഓക്കെ, വേറെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ. ഒരു 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ നോക്കിക്കേ, 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 15 എന്ന് പറഞ്ഞാൽ 5 × 3 അല്ലേ, 5 × 3 അല്ലേ. ഇപ്പോൾ 5 ഇതും ഇത് 3 എടുത്താൽ 5 + 3 8 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് 5ഉം ഇത് 3 ആകുമ്പോൾ ഇവിടെ വരുന്ന ഈ പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ് റൂട്ട് 15 ആവും. 5 × 3 അല്ലേ. അപ്പോൾ 15 = 5 × 3 ആണ്. അപ്പോൾ 5 + 3 8 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇതിന്റെ മിഡ് പോയിന്റ് എടുത്ത് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇത് സെമി സർക്കിൾ വരച്ചു. അതിനുശേഷം ഈ പോയിന്റ്, അതായത് 5ഉം 3ഉം 3 എന്ന പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ ലൈൻ പ്രൊട്രാക്ട് വെച്ച് 90 ഡിഗ്രി ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇത് 5 ആണ്, ഇത് 3 ആയതുകൊണ്ട് ഇത് റൂട്ട് ഓഫ് 5 × 3 15 റൂട്ട് 15 ആയിരിക്കും. അപ്പോൾ ഇതാണ് 1 സൈഡ് ഓഫ് ദി സ്ക്വയർ. മറ്റൊരു രീതി പറഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് ഈ ലെങ്തിന്റെ സ്ക്വയർ ആണ്. ഈ ലെങ്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് സൈഡായിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ ആണ്. അപ്പോൾ ഈ സൈഡ് കുറച്ചുകൂടെ മുമ്പോട്ട് നീട്ടുക. അതിനുശേഷം ഈ ഡിസ്റ്റൻസ് എടുത്ത് ഇങ്ങോട്ട് വെക്കുക. അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസിന്റെ മുകളിലേക്കും ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടും വെച്ച് സ്ക്വയർ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഏരിയ റൂട്ട് 5 × 3 15 സ്ക്വയർ യൂണിറ്റ് ആയി. അപ്പോൾ 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, 5 + 3 8 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സെമി സർക്കിൾ വരച്ചിട്ട് അതിനെ 5ഉം 3 ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ആ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരച്ചു. ഇതായിരിക്കണം 1 സൈഡ് ഓഫ് ദി സ്ക്വയർ. അത് കോമ്പസ് കൊണ്ട് മെഷർ ചെയ്തിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കുക. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ സെമി സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു സെമി സർക്കിൾ വരച്ചാൽ അതിൻ്റെ സർക്കിളിൽ നിന്ന് ഡയമീറ്ററിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ഡയമീറ്ററിൻ്റെ പാർട്ടിൻ്റെ പ്രോഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.